കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് PSC മലയാളം സിലബസിലെ ക്ലാസ്സുകൾ തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക്ക് വാക്യശുദ്ധി. വാക്യശുദ്ധിയിൽ നിന്ന് പല രീതിക്ക് PSCക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു മലയാള വാക്യം തന്നിട്ട് വാക്യത്തിലെ തെറ്റായ ഭാഗം വരുന്നത് എവിടെയാണ്, ആ വാക്യത്തെ 4ആയിട്ടാക്കിയിട്ട് ABCD അങ്ങനെ വരാം. ഇല്ലെങ്കിൽ ABCD എന്ന് കൊടുത്തിട്ട് 4 വാക്യങ്ങൾ തന്നിട്ട് ഇതിൽ ശരിയായ വാക്യം ഏത്, ഇല്ലെങ്കിൽ തെറ്റായ വാക്യം ഏത്, ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വാക്യശുദ്ധിയിൽ PSCക്ക് വരാൻ സാധ്യതയുള്ള എല്ലാതര ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ നമുക്ക് വാക്യശുദ്ധി എന്ന ടോപ്പിക്ക് മുഴുവനാക്കാം. അപ്പോൾ ഏതൊക്കെ രീതിക്ക് തെറ്റുകൾ വരാം, ഒരു വാക്യത്തിൽ ഏതൊക്കെ രീതിക്ക് തെറ്റുകൾ വരാം, അതാദ്യം മനസ്സിലാക്കുക. ഒരേ അർത്ഥം വരുന്ന 2 വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് ഒരു വാക്യത്തിൽ വരുന്നു, അപ്പോൾ ആ വാക്യം എന്താണ്? തെറ്റാണ്. ഇനി അതുപോലെ ഒരേ അർത്ഥം വരുന്ന 2 വാക്കുകൾ അത് റിപ്പീറ്റ് ചെയ്ത് വരിക, അല്ലെങ്കിൽ പദശുദ്ധി അപ്ലൈ ചെയ്യുന്ന രീതിക്ക് പദശുദ്ധി നമ്മൾ പഠിക്കും. പദശുദ്ധി ഇപ്പോൾ ഒരു സൃഷ്ടാവ് നീതുന്നത് സ്രഷ്ടാവ് ആയിട്ട് തെറ്റായിട്ട് എഴുതി തന്നാൽ അതെന്താണ്? ആ വാക്യം തെറ്റാണ്. പദശുദ്ധി അപ്ലൈ ചെയ്യുന്ന രീതിക്ക് അപ്പോൾ ഓരോ പദവും ശരിയായിട്ടാണോ എഴുതിയിട്ടുള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ക്രമഭംഗം എന്ന് പറയുമ്പോൾ ക്രമത്തിലല്ലാതെ വാക്യത്തിലെ ഓരോ വാക്കുകളും വന്നിരിക്കുന്നത്. ഇപ്പോൾ രാമൻ രാവണനെ കൊന്നു, ഇതാണ് ഒരു ശരിയായ ക്രമം. ഇനി രാവണനെ രാമൻ കൊന്നു, അതെന്താണ്? ക്രമഭംഗം അവിടെ വന്നു, അപ്പോൾ ആ വാക്യം എന്താണ്? തെറ്റാണ്. ദെൻ അനാവശ്യ സമുച്ചയങ്ങൾ വരുന്നത് ഒരു, എങ്കിൽ, മുതൽ, ഇങ്ങനെ ഓരോ സമുച്ചയങ്ങൾ അനാവശ്യമായിട്ടൊരു വാക്യത്തിൽ വരുന്നാലും ആ വാക്യം എന്താണ്? തെറ്റാണ്. അതുപോലെ സംഖ്യാശബ്ദത്തിൽ 5 ഇങ്ങനെ സംഖ്യകൾ വരുന്നതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നോക്കാം. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങളത് ഒന്ന് പൗസ് ചെയ്തിട്ട് ആ വാക്യം ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അതിലെ എന്താണെന്നും കണ്ടെത്തുക, സ്വയം ചെയ്തു നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ എൻ്റെ ഉത്തരം ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വാക്യശുദ്ധി എത്രത്തോളം ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തത്, കച്ചവടത്തിൽ 100ൽ 60% ലാഭം കിട്ടി. കച്ചവടത്തിൽ 100ൽ 60% ലാഭം കിട്ടി. ഇത് ശരിയോ തെറ്റോ? തെറ്റാണ്. കച്ചവടത്തിൽ 60% ലാഭം കിട്ടിയെന്ന് മതി. ശതമാനം എന്ന് പറയുന്നത് എന്താണ്? ശതം എന്ന് പറയുന്നത് 100ആണ്. ശതം എന്നതിൻ്റെ അർത്ഥം എന്താണ്? 100. അപ്പോൾ ശതമാനം എന്നതിൽ തന്നെ 100ൽ എന്ന് വരുന്നുണ്ട്. അപ്പോൾ കച്ചവടത്തിൽ 100ൽ 60% എന്ന ആവശ്യമില്ല, കച്ചവടത്തിൽ 60% ലാഭം കിട്ടിയെന്ന് മതി. അപ്പോൾ ഇവിടെ എന്താണ്? 100ൽ ശതമാനം, രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ്. ഒരേ അർത്ഥം വരുന്ന 2 വാക്കുകൾ റിപ്പീറ്റ് ചെയ്തതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ കാടമുട്ടകൾ വിൽക്കപ്പെടും. ഇവിടെ കാടമുട്ടകൾ വിൽക്കപ്പെടും, ഈ വാക്യം ശരിയോ തെറ്റോ? ഇത് തെറ്റാണ്. ഇവിടെ കാടമുട്ടകൾ വിൽക്കും എന്ന് മതി. പെടും എന്ന് ആ ഒരു സമുച്ചയം അവിടെ എക്സ്ട്രയാണ്. ഇവിടെ കാടമുട്ടകൾ വിൽക്കും, അതിന് തന്നെ അർത്ഥം വന്നു, പിന്നെ വിൽക്കപ്പെടും എന്ന് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കാടമുട്ടകൾ വിൽക്കുമെന്നാണ് ശരി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലൈബ്രറിയിൽ നിറയെ ശാസ്ത്രീയ പുസ്തകങ്ങൾ ഉണ്ട്. ലൈബ്രറിയിൽ നിറയെ ശാസ്ത്രീയ പുസ്തകങ്ങൾ ഉണ്ട്, ഈ വാക്യവും തെറ്റാണ്. ലൈബ്രറിയിൽ നിറയെ ശാസ്ത്ര പുസ്തകങ്ങൾ ഉണ്ട് എന്ന് മതി. ശാസ്ത്രീയ പുസ്തകം തെറ്റാണ്, ശാസ്ത്ര പുസ്തകമാണ് ശരി. ഇവിടെ പദശുദ്ധിയാണ് വരുന്നത്. ലൈബ്രറിയിൽ നിറയെ ശാസ്ത്ര പുസ്തകങ്ങൾ ഉണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, നിന്റെ അച്ഛൻ്റെ ധൈര്യത്തെ പ്രശംസിക്കണം. നിന്റെ അച്ഛൻ്റെ ധൈര്യത്തെ പ്രശംസിക്കണം, ഈ വാക്യം ശരിയോ തെറ്റോ? ഈ വാക്യം തെറ്റാണ്. ധൈര്യത്തെ എന്ന് വേണ്ട, ധൈര്യം എന്ന് മതി. ധൈര്യത്തെ എന്ന ആവശ്യമില്ല. നിന്റെ അച്ഛൻ്റെ ധൈര്യം പ്രശംസിക്കണം, അത് മതി. അപ്പോൾ നിന്റെ അച്ഛൻ്റെ ധൈര്യം പ്രശംസിക്കണമെന്നാണ് ശരിയായ വാക്യം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കിരണിൻ്റെ മനസ്സിലെ വിചാരം അത്ര നല്ലതല്ല. കിരണിൻ്റെ മനസ്സിലെ വിചാരം അത്ര നല്ലതല്ല, ശരിയോ തെറ്റോ? തെറ്റാണ്. കിരണിൻ്റെ മനസ്സിലെ വിചാരം, ഇവിടെ വിചാരം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിൽ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ മനസ്സിലെ എന്ന് പറയുന്നത് എന്താണ്? അവിടെ അനാവശ്യമായിട്ട് വന്നൊരു വേർഡാണ്. അപ്പോൾ കിരണിൻ്റെ വിചാരം അത്ര നല്ലതല്ല എന്നാണ് ശരിയായ വാക്യം. ആറാമത്തെ ക്വസ്റ്റ്യൻ, അഭിമുഖത്തിന് വന്ന ഓരോ ആളുകളുടെയും വിവരങ്ങൾ ശേഖരിക്കണം. തെറ്റോ ശരിയോ? അഭിമുഖത്തിന് വന്ന ഓരോ ആളുകളുടെയും വിവരങ്ങൾ ശേഖരിക്കണം. ഇത് പെട്ടെന്ന് ശരിയായിട്ട് തോന്നും, പക്ഷേ ഇത് തെറ്റാണ്.
അഭിമുഖത്തിന് വന്ന ഓരോ ആളിൻ്റെയും വിവരങ്ങൾ ശേഖരിക്കണമെന്ന് മതി. ഇവിടെ ഇംഗ്ലീഷിൽ കോൺകോഡ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈച്ച് എന്നതിന് ശേഷം എപ്പോഴും സിംഗുലറാണ് വരിക. അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ എന്ന വേർഡിന് ശേഷം എപ്പോഴും ഏകവചനമാണ് വരിക. ഇവിടെ ഓരോ എന്ന് വന്നതിന് ശേഷം ആളുകളുടെയും വേണ്ട, ആളിൻ്റെയും ഏകവചനം മതി. അപ്പോൾ അഭിമുഖത്തിന് വന്ന ഓരോ ആളിൻ്റെയും വിവരങ്ങൾ ശേഖരിക്കണം എന്നാണ് ശരിയായ ഉത്തരം. അഭിമുഖത്തിന് വന്ന ഓരോ ആളിൻ്റെയും വിവരങ്ങൾ ശേഖരിക്കണം. ഓരോ എന്നതിന് ശേഷം ഏകവചനം മാത്രമാണ് ഉപയോഗിക്കുക. 7th ക്വസ്റ്റ്യൻ, നമ്മുടെ വിദ്യാലയത്തിലെ പാഠ്യപദ്ധതി ആധുനികവൽക്കരിക്കേണ്ടതാണ്. നമ്മുടെ വിദ്യാലയത്തിലെ പാഠ്യപദ്ധതി ആധുനികവൽക്കരിക്കേണ്ടതാണ്. ഈ വാക്യം ശരിയോ തെറ്റോ? തെറ്റാണ്. ഇവിടെ പദശുദ്ധിയുടെ ഭാഗമാണ് വരുന്നത്. ആധുനികവൽക്കരിക്കേണ്ടതാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ആധുനീകരിക്കേണ്ടതാണ് എന്നാണ് ശരി. ഉത്തരം എന്താണ്? നമ്മുടെ വിദ്യാലയത്തിലെ പാഠ്യപദ്ധതി ആധുനീകരിക്കേണ്ടതാണ് എന്നാണ് ശരിയായ വാക്യം. 8ാമത്തെ ക്വസ്റ്റ്യൻ, നീ യഥാസമയത്ത് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. നീ യഥാസമയത്ത് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. വാക്യം ശരിയായിട്ട് തോന്നാം, പക്ഷെ തെറ്റാണ്. നീ യഥാസമയത്ത് എന്നതിൻ്റെ ആവശ്യമില്ല, നീ യഥാസമയം വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നതാണ് ശരിയായ വാക്യം. 9ാമത്തെ ക്വസ്റ്റ്യൻ, അവൾ വേറെ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തു. അവൾ വേറെ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തു. ശരിയോ തെറ്റോ? ഗത്യന്തരമില്ലാതെ എന്നതിൻ്റെ അർത്ഥം എന്താണ്? വേറെ വഴിയില്ലാതെ. അപ്പോൾ അവൾ വേറെ എന്നുള്ള ഒരു വേർഡ് പിന്നെയും ആവശ്യമില്ല. അപ്പോൾ ഒരേ അർത്ഥം വരുന്നത് 2 പ്രാവശ്യം വന്നു. അപ്പോൾ ശരിയായിട്ടുള്ള വാക്യം എങ്ങനെ വരും? അവൾ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തു എന്ന് മതി. 10ാമത്തെ ക്വസ്റ്റ്യൻ, അവൾ പുഴയിൽ ചാടി സ്വയം ആത്മഹത്യ ചെയ്തു. അവൾ പുഴയിൽ ചാടി സ്വയം ആത്മഹത്യ ചെയ്തു. ശരിയോ തെറ്റോ? തെറ്റാണ്. ഇവിടെയും ആത്മഹത്യ എന്ന് പറയുന്ന എന്താണ്? ആത്മം എന്ന് പറയുന്നത് സ്വയം, ഹത്യ അറിയുന്നത് വധിക്കുക. അപ്പോൾ സ്വയം വധിക്കുന്നു, അതാണ് ആത്മഹത്യ. പിന്നെ അപ്പോൾ ഈ ഒരു വാക്യത്തിൽ പിന്നെ സ്വയം എന്ന വേർഡ് വേണോ? വേണ്ട. അപ്പോൾ ശരിയായ വാക്യം എന്താണ്? അവൾ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. 11ാമത്തെ ക്വസ്റ്റ്യൻ, നിനക്ക് അതിനേക്കാൾ കവിഞ്ഞ ഭംഗിയുള്ള വസ്ത്രം ലഭിക്കില്ല. നിനക്ക് അതിനേക്കാൾ കവിഞ്ഞ ഭംഗിയുള്ള വസ്ത്രം ലഭിക്കില്ല. ഇവിടെയും ഒരേ അർത്ഥം വരുന്ന വാക്ക് വരികയാണ്. അതിനേക്കാൾ അറിയുന്നത് എന്താണ്? അതിനു കവിഞ്ഞ, പിന്നെ ഒരു കവിഞ്ഞ എന്ന വേർഡ് ആവശ്യമില്ല. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? നിനക്ക് അതിനേക്കാൾ ഭംഗിയുള്ള വസ്ത്രം ലഭിക്കില്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ, പണ്ടുകാലത്ത് ഒരു കാട്ടിൽ സിംഹം ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് ഒരു കാട്ടിൽ സിംഹം ഉണ്ടായിരുന്നു. ശരിയോ തെറ്റോ? ശരിയായിട്ട് തോന്നാം. നമ്മൾ ചെറുപ്പത്തിൽ കഥകളൊക്കെ പറയുമ്പോൾ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? പണ്ടുകാലത്ത് ഒരു കാട്ടിൽ സിംഹം ഉണ്ടായിരുന്നു. ഇത് തെറ്റായ വാക്യമാണ്. പണ്ടുകാലത്ത്, പണ്ട് അറിയുമ്പോൾ തന്നെ അതൊരു കാലമായിട്ട് മാറി, പിന്നെ ഒരു കാലത്ത് എന്നതിന് ആവശ്യമില്ല. അപ്പോൾ ശരിയായിട്ടുള്ള വാക്യം എന്താണ്? പണ്ട് ഒരു കാട്ടിൽ സിംഹം ഉണ്ടായിരുന്നു എന്ന് മതി. 13ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി തൻ്റെ പത്നിയോടൊപ്പം സന്ദർശനം നടത്തി. വാക്യം ശരിയോ തെറ്റോ? രാഷ്ട്രപതി തൻ്റെ പത്നിയോടൊപ്പം സന്ദർശനം നടത്തി. രാഷ്ട്രപതി എന്താണ്? എപ്പോഴും സ്വന്തം പത്നിയോടൊപ്പം തന്നെയാണ് സന്ദർശനം നടത്തുന്നത്. പിന്നെ അവിടെ തൻ്റെ പത്നി എന്നുള്ളത്, ആ തൻ്റെ എന്നതൊരു അനാവശ്യ വാക്കാണ് അവിടെ. അപ്പോൾ അനാവശ്യമായിട്ട് കുറച്ച് ആ വാക്യത്തെ ഒന്ന് ദീർഘിപ്പിക്കുന്നു. അപ്പോൾ രാഷ്ട്രപതി പത്നിയോടൊപ്പം സന്ദർശനം നടത്തി എന്നാണ് ശരിയായ വാക്യം. രാഷ്ട്രപതി പത്നിയോടൊപ്പം സന്ദർശനം നടത്തി. തൻ്റെ പത്നി എന്നുള്ളതിൻ്റെ ആവശ്യം ഇല്ല. 14ാമത്തെ ക്വസ്റ്റ്യൻ, അവളുടെ കാലിലെ പാദസരം പൊട്ടിപ്പോയി. അവളുടെ കാലിലെ പാദസരം പൊട്ടിപ്പോയി. ശരിയായിട്ട് തോന്നാം, പക്ഷേ ഇതും തെറ്റായ വാക്യമാണ്. കാലിലെ പാദസരം, പാദത്തിൽ ധരിക്കുന്നതാണ് പാദസരം. പാദസരത്തിൽ തന്നെ പാദം എന്ന കാല് എന്ന വേർഡ് വന്നു. പിന്നെ കാലിലെ എന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവളുടെ കാലിലെ പാദസരം പൊട്ടിപ്പോയി മതി. അവളുടെ പാദസരം പൊട്ടിപ്പോയി, അതിൽ തന്നെ കാലിലെ എന്ന് വന്നു. അവളുടെ പാദസരം പൊട്ടിപ്പോയി എന്നാണ് ശരിയായ വാക്യം. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതേ രീതിക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. രാജാവ് തലയിൽ കിരീടം വെച്ച് പ്രത്യക്ഷനായി. ഇവിടെയും കിരീടം എന്ന് പറയുന്നത് തലയിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ തലയിൽ കിരീടം വെച്ച് എന്നതിൻ്റെ ആവശ്യമില്ല. ശരിയായ വാക്യം വരുന്നത് രാജാവ് കിരീടം വെച്ച് പ്രത്യക്ഷനായി. 16ാമത്തെ ക്വസ്റ്റ്യൻ,
രമണിയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു. രമണിയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു. ശരിയാണോ തെറ്റാണോ ഈ വാക്യം? യെസ്, വീരചക്രം ലഭിക്കുന്നത് ആർക്കാണ്? ധീരന്മാർക്കാണ്. അപ്പോൾ പിന്നെ ധീരനായ പുത്രൻ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. രമണിയുടെ ശരിയായ വാക്യം എങ്ങനെയായിരിക്കും? രമണിയുടെ പുത്രന് വീരചക്രം ലഭിച്ചു. ഇതിൽ നിന്ന് ഈ വീരചക്രം ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ പുത്രൻ ധീരനാണെന്ന് നമുക്ക് അറിയാം. പിന്നെ അവിടെ ധീരനായ പുത്രന് അങ്ങനെ ഒരു വാക്യം ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രമണിയുടെ പുത്രന് വീരചക്രം ലഭിച്ചു. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്, എൻ്റെ കവിയായ സുഹൃത്തിന് കവിതിലകം ലഭിച്ചു. കവിതിലകം ലഭിക്കുന്നത് കവികൾക്കാണ്. പിന്നെ കവിയായ സുഹൃത്തിന് എന്ന ആവശ്യമില്ല. അപ്പോൾ ശരിയായ വാക്യം എന്താണ്? എൻ്റെ സുഹൃത്തിന് കവിതിലകം ലഭിച്ചു. 18ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ കുട്ടികളും അവരവരുടെ യഥാസ്ഥാനത്ത് ഇരിക്കേണ്ടതാണ്. എല്ലാ കുട്ടികളും അവരവരുടെ യഥാസ്ഥാനത്ത് ഇരിക്കേണ്ടതാണ്. ശരിയോ തെറ്റോ? ഇവിടെ അവരവരുടെ എന്ന് പറയുമ്പോൾ എന്താണ്? സ്വന്തം സീറ്റ് എന്നവിടെ ഉത്തരം ഒരു ആശയം അവിടെ വരുന്നുണ്ട്. യഥാസ്ഥാനത്ത് എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഒരേ അർത്ഥം വരുന്നത് 2 തവണ വന്നു. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ട് എങ്ങനെയായിരിക്കും? എല്ലാ കുട്ടികളും യഥാസ്ഥാനത്ത് ഇരിക്കേണ്ടതാണ്. അത് മതി. യഥാസ്ഥാനത്ത്. അപ്പോഴേ ആ കുട്ടികൾ എന്താണ്? അവരുടെ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ അവരവരുടെ എന്ന ആവശ്യം ഇല്ല. എല്ലാ കുട്ടികളും യഥാസ്ഥാനത്ത് ഇരിക്കേണ്ടതാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, യേശുദാസ് അനുഗ്രഹീത പാട്ടുകാരനാണ്. യേശുദാസ് അനുഗ്രഹീത പാട്ടുകാരനാണ്. ശരിയാണോ? അല്ല, ഇതും തെറ്റാണ്. അനുഗ്രഹീത എഴുതുന്നത് എങ്ങനെയാണ്? പദശുദ്ധി ശ്രദ്ധിക്കണം. യേശുദാസ് അനുഗ്രഹീത പാട്ടുകാരനാണ് എന്നാണ് ശരി. ഗായുടെ ആ ചിഹ്നം ശ്രദ്ധിക്കണം. യേശുദാസ് അനുഗ്രഹീത പാട്ടുകാരനാണ്. സംഭവം അസന്നിഗ്ധമായി നിലനിന്നു. ഓക്കെ, അപ്പം അവിടെ ഇല്ല കേട്ടോ. സംഭവം അസന്നിഗ്ധമായി നിലനിന്നു. ഇവിടെയും പദശുദ്ധിയാണ് വരുന്നത്. അസന്നിഗ്ധം എങ്ങനെ എഴുതുക? സംഭവം അസന്ദിഗ്ധമായി നിലനിന്നു. അസന്ദിഗ്ധമായി നിലനിന്നു. പദശുദ്ധി ശ്രദ്ധിക്കണം. 21ാമത്തെ ക്വസ്റ്റ്യൻ, പൊളിഞ്ഞു വീണ രാധയുടെ വീട് പണിതു നൽകി. പൊളിഞ്ഞു വീണ രാധയുടെ വീട് പണിതു നൽകി. ഇവിടെ വേർഡുകൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അനാവശ്യമായിട്ട് ആരുമില്ല. പക്ഷേ ഈ വാക്യം തെറ്റാണ്. കാരണം എന്താണ്? വാക്യത്തിന് ക്രമഭംഗം സംഭവിച്ചു. ആദ്യം കർത്താവ്, കർമ്മം, ക്രിയ. ഒരു സെൻറ്റൻസിൻ്റെ ഫോം എങ്ങനെയാണ്? കർത്താവ്, കർമ്മം, ക്രിയ. ഇവിടെ പൊളിഞ്ഞു വീണ രാധയുടെ വീട് എന്ന് പറയുമ്പോൾ രാധയാണോ പൊളിഞ്ഞു വീണത്, വീടാണോ പൊളിഞ്ഞു വീണത് എന്നൊരു കൺഫ്യൂഷൻ വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ശരിയായ വാക്യം? എങ്ങനെയാണ്? രാധയുടെ പൊളിഞ്ഞു വീണ വീട് പണിതു നൽകി. കർത്താവിനെയാണ് ആദ്യം എഴുതേണ്ടത്. രാധയുടെ പൊളിഞ്ഞു വീണ വീട് പണിതു നൽകി ആണ് ശരിയായ വാക്യം. പറയുന്നത് എനിക്കു കൂടി കേൾക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ, പറയുന്നത് എനിക്കു കൂടി കേൾക്കാം. തെറ്റോ ശരിയോ? ഇതും തെറ്റാണ്. പറയുന്നത് എനിക്ക് കേൾക്കാം. അവിടെ ഒരു കൂടി എന്നതിൻ്റെ ആവശ്യം ഇല്ല. ഇവിടെ കൂടി എന്നൊരു സമുച്ചയം ഇവിടെ എക്സ്ട്രാ വന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിയായ വാക്യം? പറയുന്നത് എനിക്ക് കേൾക്കാം. അത് മതി. 23ാമത്തെ ക്വസ്റ്റ്യൻ, കുതിര ഒരു കുളമ്പുള്ള ജീവിയാണ്. ഇവിടെയും ഒരു സമുച്ചയം, ഒരു എന്ന് പറയുന്ന സമുച്ചയം അധികമാണ്. കുതിര കുളമ്പുള്ള ജീവിയാണ് എന്ന് മതി. കുതിര ഒരു കുളമ്പുള്ള ജീവിയാണെന്ന് പറയുമ്പോൾ കുതിരയാണോ ഒന്ന്, കുളമ്പാണോ ഒന്ന് എന്ന കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇല്ലേ? അപ്പോൾ കുതിര കുളമ്പുള്ള ജീവിയാണ് എന്നതാണ് ശരിയായ വാക്യം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ 5 പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 5 പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ സംഖ്യകൾ വരുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഞാൻ 5 പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മതി. ഒരു സംഖ്യയ്ക്ക് ശേഷം വരുന്നത് ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ അതിനെ ബഹുവചനമാക്കേണ്ട ആവശ്യമില്ല. ഞാൻ 5 പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ 6 പെൻ എനിക്ക് തന്നു. 6 പെന്നുകൾ എന്ന് വേണ്ട. അപ്പോൾ ജീവനില്ലാത്ത വസ്തു, ഒരു സംഖ്യയ്ക്ക് ശേഷം ജീവനില്ലാത്ത വസ്തുവാണെങ്കിൽ അതിനെ ബഹുവചനമാക്കേണ്ട. ഞാൻ 5 പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മതി. 5 പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ശരിയായ വാക്യം എന്താണ്? ഞാൻ 5 പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് മുമ്പിൽ സംഖ്യ വന്നാൽ ബഹുവചനം വേണ്ട. ഇനി ജീവനുള്ള വസ്തുക്കളാണെങ്കിലോ 5 കുട്ടികൾ എന്ന് പറയുമ്പോൾ
5 കുട്ടികൾ, അത് എന്താണ് ബഹുവചനമായിട്ട് തന്നെ വേണം. 5 സ്ത്രീകൾ, 5 പുരുഷന്മാർ, 5 പൂച്ചകൾ. അങ്ങനെ ജീവനുള്ള വസ്തുവാകുമ്പോൾ ബഹുവചനമായിട്ട് എഴുതണം ഒരു സംഖ്യയ്ക്ക് ശേഷം ജീവനില്ലാത്തതാകുമ്പോൾ അത് ഏകവചനമായിട്ട് എഴുതിയാൽ മതി. അതുപോലെ 125ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 100 വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഈ വാക്യം ശരിയോ തെറ്റോ? 100 വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഈ വാക്യം തെറ്റാണ്. 100 കഴിഞ്ഞിട്ട് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ വർഷം എന്താണ്? ഒരു ജീവനില്ലാത്തതാണ്. വർഷം എന്ന് മതി. 100 ശരിയായ വാക്യം എങ്ങനെ വരും? 100 വർഷം കഴിഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല, അത് മതി. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഓരോ കുട്ടികളും പാട്ടുപാടണം. ഓരോ കുട്ടികളും പാട്ടുപാടണം. ശരിയോ തെറ്റോ? ഈ രീതിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഓരോ എന്ന വേർഡിന് ശേഷം എന്താണ് വരേണ്ടത്? ഏകവചനമാണ് വരേണ്ടത്. അപ്പോൾ ഈ വാക്യം തെറ്റാണ്. എങ്ങനെയാണ് ശരിയായ വാക്യം? ഓരോ കുട്ടിയും പാട്ടുപാടണം. ഓരോ എന്നതിന് ശേഷം ഏകവചനം മതി. 27ാമത്തെ ക്വസ്റ്റ്യൻ. 3 തേങ്ങകൾ വെള്ളത്തിൽ വീണു. ശരിയോ തെറ്റോ? യെസ്, 3 തേങ്ങകൾ. 3 എന്ന സംഖ്യയ്ക്ക് ശേഷം ഒരു ജീവനില്ലാത്ത വസ്തു വന്നു, തേങ്ങ. അപ്പോൾ തേങ്ങ എന്നുള്ളത് ഏകവചനം മതി. അപ്പോൾ ശരിയായ വാക്യം എന്താണ്? 3 തേങ്ങ വെള്ളത്തിൽ വീണു. 28ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ ഓരോ കാഴ്ചകളും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. അവിടെ ഓരോ കാഴ്ചകളും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. വാക്യം ശരിയോ തെറ്റോ? ഇവിടെയും ഓരോ എന്ന് വരുന്നുണ്ട്. അതിനുശേഷം വരുന്ന വാക്കിന് ബഹുവചനം വേണ്ട. അപ്പോൾ ശരിയായ വാക്യം എന്തായിരിക്കും? അവിടെ ഓരോ കാഴ്ചയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. 29ാമത്തെ ക്വസ്റ്റ്യൻ. രാവണനെ രാമൻ കൊന്നു. വാക്യത്തിന് ക്രമഭംഗം സംഭവിച്ചിട്ടുണ്ട്. തെറ്റായ വാക്യമാണ്. ശരിയായ വാക്യം എങ്ങനെയായിരിക്കും? രാമൻ രാവണനെ കൊന്നു. കർത്താവ്, കർമ്മം, ക്രിയ. ലാസ്റ്റ് ക്വസ്റ്റ്യന്. രഘു നല്ല വായനാശീലമുള്ള കുട്ടിയാണ്. രഘു നല്ല വായനാശീലമുള്ള കുട്ടിയാണ്. തെറ്റോ ശരിയോ? തെറ്റാണ്. വായനാശീലം എന്ന് വേണ്ട, വായനശീലം. ശരിയായ പദം എന്താണ്? വായനശീലം എന്ന് മതി. വായനാശീലം തെറ്റായ പദമാണ്. അപ്പോൾ ശരിയായ വാക്യം എങ്ങനെയാണ്? രഘു നല്ല വായനാശീലമുള്ള കുട്ടിയാണ്. ഇത്രയാണ് ക്ലാസ് വരുന്നത്. ഇതിൽ നമ്മൾ വാക്യശുദ്ധിയിൽ വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു രീതിക്കുള്ള ക്വസ്റ്റ്യൻസേ വരൂ. വാക്കുകൾ മാറ്റമുണ്ടാവും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കിനി ഉത്തരം എഴുതാൻ കഴിയും. താങ്ക് യു. ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. തുടർന്ന് വരുന്ന ടോപ്പിക്കുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.